ഹൃദയപൂർവ്വം ഈ ഒരു ക്ലാസ് നയിക്കുന്നതിനൊക്കെയായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഓവർ ടു ഡോക്ടർ ഹർഷ. താങ്ക് യു ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ ഹർഷ, ആയുർവേദിക് ഐ സ്പെഷ്യലിസ്റ്റ് ആണ്. AMI തൃശൂർ ജില്ലയിലെ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ആയുർവാണി എന്നുള്ള ഈ സെഷൻ, അതായത് പൊതുജനങ്ങളിലേക്ക് ആയുർവേദത്തിന് എത്തിക്കാനുള്ള ഈ സെഷൻ ഇതിന്റെ സംഘാടകർക്കും അതുപോലെ തന്നെ ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് സെഷനിലേക്ക് കയറിയിട്ടുള്ള എല്ലാ പൊതുജനങ്ങൾക്കും എന്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അതായിട്ട് നമ്മൾ പറയുന്നത്, നമുക്ക് അറിയാം കാഴ്ചയുടെ പ്രാധാന്യമൊന്നും, കാഴ്ചയുടെ പ്രാധാന്യം അല്ലെങ്കിൽ കണ്ണിന്റെ പ്രാധാന്യതൊന്നും നമ്മൾ കൂടുതൽ എടുത്തു പറയേണ്ട എന്നെങ്കിൽ കൂടി ആയുർവേദത്തില് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് കണ്ണിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സർവേന്ദ്രിയാണം നയനം പ്രധാനം, അതായത് കണ്ണാണ് ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം കാഴ്ചക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആയുർവേദം അനുസരിച്ചിട്ട് കണ്ണ് എന്ന് പറയുന്നത് പിത്തദോഷ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിന് എപ്പോഴും ഹിതമായിട്ടുള്ളത്, നല്ലത് അല്ലെങ്കിൽ ചേരുന്നത് എന്ന് പറയുന്നത് എപ്പോഴും തണുപ്പ് തന്നെയാണ്. എങ്കിൽ കൂടി കണ്ണിന്റെ ദോഷങ്ങളിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായിട്ട് കൂടുതൽ ചൂടും കൂടുതൽ തണുപ്പും കണ്ണിന് ഉപയോഗിക്കാതിരിക്കുന്നതിനാണ് നല്ലത്. അതായത് ഇപ്പൊ നമ്മള് ആവി പിടിക്കുമ്പോഴാണെങ്കിലും നമ്മൾ കണ്ണടച്ചു വെച്ച് ആവി പിടിക്കണം എന്ന് പറയാ. അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ണിന്റെ മുകളിലൊക്കെ ഇപ്പൊ നമ്മൾ അറിയാം, കുറെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, നമ്മൾ കണ്ണിന്റെ മുകളിൽ ഐസ് വെച്ചിട്ട് മസാജ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അതൊന്നും കണ്ണിന് നല്ലതല്ല. കൂടുതലായിട്ടുള്ള തണുപ്പും കൂടുതലായിട്ടുള്ള ചൂടും കണ്ണിന് നേരിട്ട് ഉപയോഗിക്കുന്നത് കണ്ണിന് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നേത്ര ചികിത്സ അല്ലെങ്കിൽ ആയുർവേദത്തിലുള്ള നേത്ര ചികിത്സയെ കുറിച്ചിട്ടാണ് ജസ്റ്റ് പറയുന്നത്. അതായത് ആയുർവേദത്തില് കണ്ണിന്റെ ഓരോ ഭാഗങ്ങൾ, അതായത് നമ്മുടെ കൺപോള അല്ലെങ്കിൽ കണ്ണിന്റെ കറുത്ത വശം, കണ്ണിന്റെ വെളുത്ത വശം, അങ്ങനെ എല്ലാ ഭാഗത്തും ഉള്ള അസുഖങ്ങളെ കുറിച്ചിട്ടും അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചിട്ടൊക്കെ ആചാര്യന്മാര് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ചികിത്സിച്ച് വരുന്നത്. അപ്പൊ ഇതിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതായിട്ടുള്ള കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങളായിട്ടുള്ള ചെങ്കണ്ണ്, അതായത് കണ്ണിന് റെഡ് കളർ വരുന്നു, അല്ലെങ്കിൽ കണ്ണിന് ഒരു ഇറിറ്റേഷൻ വരുന്നു, കണ്ണിൽ എന്തോ കരട് പോയ പോലെയുള്ള ഫീല്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളോട് കൂടിയിട്ടുള്ള കണ്ണിന് വരുന്ന ചെങ്കണ്ണ്. അതല്ലാതെ കണ്ണിൽ വരാവുന്ന കുരുക്കൾ, അതായത് കണ്ണിന്റെ പോളയിലൊക്കെ വരുന്ന കുരുക്കൾ, അത് വേദനയോടുകൂടി കുരുക്കളുണ്ട്, വേദന ഇല്ലാത്ത തരത്തിലുള്ള കുരുക്കളുണ്ട്, ഇങ്ങനെയുള്ള കുരുക്കള്. അതല്ലാതെ നമുക്ക് ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന, അതായത് എല്ലാ പേഷ്യൻസ് വരുമ്പോഴും നമ്മൾ ഡ്രൈനസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഡ്രൈ ആയി ആയിരിക്കും മിക്കപ്പോഴും കാണുക. അതായത് നമ്മൾ ഗാഡ്ജറ്റ്സ് യൂസ് ഇപ്പൊ വളരെ കൂടുതലാണ്. കാരണം ഇപ്പൊ ഒരു ജോലി സംബന്ധമായിട്ടാണെങ്കിലും അല്ലാതെ പഠന സംബന്ധമായിട്ടാണെങ്കിലൊക്കെ നമ്മൾ ഗാഡ്ജറ്റ്സ് എല്ലാവരും, അതായത് ഇന്ന ഏജ് ഗ്രൂപ്പ് എന്നില്ല, എല്ലാവരും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏജ്ഡ് ആയവർ കൂടി നമ്മൾ എപ്പോഴും ഫോൺ ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പോ മൊബൈലോ ടാബൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇപ്പോ ഡ്രൈ ഐസ്, അതായത് കണ്ണിനുള്ള വരൾച്ച, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കൂടുതലായി കണ്ടുവരുന്നു. പിന്നെ അതല്ലാതെ കുട്ടികളിൽ വരുന്ന കാഴ്ചക്കുറവ്, അതായത് കുട്ടികളിൽ വരാവുന്ന കാഴ്ച വൈകല്യങ്ങളായിട്ടുള്ള ദൂര കാഴ്ചക്കുള്ള ബുദ്ധിമുട്ട്, അടുത്ത കാഴ്ചക്കുള്ള ബുദ്ധിമുട്ട്, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം പോലെയുള്ള കാഴ്ച വൈകല്യങ്ങൾ. അതല്ലാതെ പാരമ്പര്യമായിട്ട് പകർന്നു വരാവുന്ന അസുഖങ്ങളായിട്ടുള്ള റെറ്റിന എന്ന് പറഞ്ഞ, കണ്ണിന് റെറ്റിന എന്ന് പറഞ്ഞ ഞരമ്പ് എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള റെറ്റിന എന്ന് പറയുന്ന ഭാഗത്ത് വരാവുന്ന അസുഖങ്ങളുണ്ട്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി മാസം തികഞ്ഞല്ലാതെ ജനിക്കുകയാണെങ്കിൽ കൂടി കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാവാം. റെറ്റിനോപ്പതി പ്രിമച്യൂരിറ്റി എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ്. അതല്ലാതെ രാത്രിയുള്ള കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരാവുന്ന തരത്തിലുള്ള വലിയ കാഴ്ച വൈകല്യങ്ങളായിട്ടുള്ള റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസോ പോലുള്ള അസുഖങ്ങളും ഒക്കെ, അങ്ങനെയുള്ള അസുഖങ്ങളും. പിന്നെ അതല്ലാതെ പ്രായാധിക്യം കൊണ്ടുവരുന്ന നേത്രരോഗങ്ങളായിട്ടുള്ള തിമിരം അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ എന്നൊക്കെ പറയുന്ന അസുഖങ്ങളൊക്കെ. അതല്ലാതെ ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് വരാവുന്ന, അതായത് ഇപ്പൊ നമുക്ക് ഡയബറ്റീസ് ഉണ്ട്, സോ ഡയബറ്റീസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി, ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾക്ക് ഹൈപ്പർ ടെൻഷന്റെ കോംപ്ലിക്കേഷൻ എന്ന രീതിയിൽ കണ്ണിന് വരാവുന്ന അസുഖമാണ് ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി. അതുപോലെ തന്നെ തൈറോയ്ഡ് ഓഫ് താൽമോപ്പതി പോലുള്ള കണ്ടീഷൻസും
കൂടുതലായിട്ട് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരാവുന്ന സെൻട്രൽ സിറസ് റെറ്റിനോപ്പതി പോലെയുള്ള അസുഖങ്ങൾക്കെല്ലാം ആയുർവേദത്തിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് എന്നുള്ളതാണ് എല്ലാവരും തിരിച്ചറിയേണ്ടത്. അതായത് നമ്മള് ഈ ചെങ്കണ്ണ് പോലുള്ള അസുഖങ്ങൾ മാത്രമല്ല, ഈവൻ ഡയബറ്റിക് റെറ്റിനോപ്പതി, മാക്കുലർ ആയിട്ടുള്ള ഡീജനറേഷൻസിനെല്ലാം ഫലപ്രദമായിട്ടുള്ള ചികിത്സ ആയുർവേദത്തിൽ ലഭ്യമാണ് എന്നുള്ളത്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഒരു ആളുകളുടെ ഒരു അറിവില്ലായ്മ മൂലം, അതായത് കണ്ണിന് ഇത്രയും ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട് ആയുർവേദത്തിൽ എന്നുള്ളത് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഒരു ബോധവൽക്കരണ കുറവ് കൊണ്ടൊക്കെ മിക്കപ്പോഴും നമ്മുടെ ഒ പിയിലേക്ക് അല്ലെങ്കിൽ പേഷ്യൻസ് വരുന്നത് ഒരു ഡിസീസിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിരിക്കും. അതായത് ഫുൾ ബ്ലൈൻഡ് ആയി, കാഴ്ചയൊന്നും ഇല്ല, ഇനി പ്രിസർവ് ചെയ്യാനായിട്ട് ഒരു സാധ്യതയും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഒരു ആൾട്ടർനേറ്റ് ഓപ്ഷൻ എന്ന രീതിയിൽ മിക്കവരും നമ്മുടെ ഒ പിയിലേക്ക് ആയുർവേദ ചികിത്സയ്ക്കായിട്ട് എത്തുന്നത്. അതുകൊണ്ടാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ആ ഒരു സ്റ്റേജിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരു കാഴ്ച ഇംപ്രൂവ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര ശ്രമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള ഒരു ഡയബറ്റീസ് ഉള്ള ആള്, ഡയബറ്റിക് റെറ്റിനോപ്പതി അതായത് കണ്ണിന്റെ ഞരമ്പിനെ ഡയബറ്റീസ് പ്രമേഹം ബാധിച്ച ഒരാളില് ഒരു ഏർലി സ്റ്റേജിൽ തന്നെ, അതായത് ചെറിയൊരു കാഴ്ചമങ്ങൽ മാത്രം ഉള്ള ഒരു സമയത്താണ് ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആ കാഴ്ച മങ്ങൽ മാറ്റിയെടുക്കാനും അവരുടെ കാഴ്ച ഹെൽത്തി ആയിട്ട് നിലനിർത്താനും പറ്റും എന്നുള്ളതാണ്. അതല്ലാതെ നമ്മളിപ്പോ കുറെ ഹോസ്പിറ്റലിലൊക്കെ പോയി കുറെ വർഷം ട്രീറ്റ്മെന്റ് എടുത്തു, ലാസ്റ്റ് ഒരു റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് പോലെയുള്ള ഒരു കണ്ടീഷൻ, അതായത് ഫുള്ളി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരെ എത്തി കഴിഞ്ഞ് നമ്മുടെ ആയുർവേദ ചികിത്സയിലേക്ക് വരുമ്പോൾ അത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ അസുഖങ്ങളും നേരത്തെ തന്നെ ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചികിത്സിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കാഴ്ച നിലനിർത്തി കൊണ്ടുപോകാനും അതിന്റെ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം, ആഹാരം എന്ന് പറയുന്നത്, നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ മരുന്നായിട്ടാണ് ആയുർവേദത്തിൽ കണക്കാക്കുന്നത്. ആഹാരം മഹാവൈശജ്യം എന്നാണ് പറയുന്നത്. അപ്പോ ആഹാരത്തിൽ നമുക്ക് കണ്ണിന് വേണ്ടിയിട്ട് ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് ഇലക്കറികളായിട്ടുള്ള പച്ചക്കറികളായിട്ടുള്ള മുരിങ്ങ, ചീര അങ്ങനത്തെ, പിന്നെ അതല്ലാതെ ക്യാരറ്റ് പോലുള്ള വെജിറ്റബിൾസും, അതല്ലാതെ നമ്മുടെ ആയുർവേദത്തിൽ ഇതെടുത്തു പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള നെല്ലിക്ക, ത്രിഫല, നെയ്യിന്റെ ഉപയോഗം, പിന്നെ അതല്ലാതെ നമുക്ക് മീറ്റ് ഐറ്റംസും, ഫിഷില് നമ്മൾ കൂടുതൽ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള മത്തി, അയല പോലുള്ള മീനുകൾ ആഴ്ചയിൽ 2 ദിവസം ഒക്കെ കഴിക്കുന്നതും, ഇപ്പൊ നമ്മൾ കൂടുതൽ നട്ട്സും ഡേറ്റ്സ് ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ കണ്ണിന് വേണ്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന നട്ട്സ് ആയിട്ടുള്ള വാൾനട്ട്, ബദാം, അല്ല സീഡുകളാണെങ്കിൽ ഫ്ലാക്സ് സീഡ് പോലുള്ളതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താനും അതിന് വേണ്ടിയിട്ടുള്ള ആന്റി ഓക്സിഡൻസും ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒക്കെ നമ്മുടെ കണ്ണിലേക്ക് എത്താനും ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്ത നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെയിലത്ത് പോകുമ്പോൾ കൂടുതലും നല്ല വെയിലുള്ള, അതായത് ഇനി സമ്മർ സീസൺ ഒക്കെയാണ് വരാൻ പോകുന്നത്, അപ്പോൾ നല്ല വെയിലത്ത് പോകുന്ന സമയത്ത് കുട ഉപയോഗിക്കുക എന്നുള്ളത് അതൊക്കെ ആയുർവേദത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളത് അത്ര വലിയ കാര്യമല്ല എന്ന് വിചാരിക്കും, പക്ഷെ അതായത് കണ്ണിൽ വരുന്ന പാട പോലെയുള്ള, അതായത് കണ്ണില് നമ്മുടെ വെള്ള ഭാഗത്ത് ദശ വളരുന്നത് പോലെ നമ്മുടെ ഈ കറുത്ത ഭാഗത്തേക്ക് വരുന്ന ടെറിജിയം പോലെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ പിങ്കിക്യൂള പോലെയുള്ള അസുഖങ്ങൾ, അതല്ലാതെ നമുക്ക് പ്രായാധിക്യം കൊണ്ട് വരാവുന്ന തിമിരം പോലെയുള്ള അസുഖങ്ങളും കൂടുതലായിട്ട് നമ്മൾ നിരന്തരമായി വെയിലിന്റെ എക്സ്പോഷർ കൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യും, പെട്ടെന്ന് കൂടാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് വെയിലത്ത് നിൽക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. വെയിലത്ത് പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇനി സമ്മർ സീസൺ വരുമ്പോൾ വെയിലത്തേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ കുട ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതല്ലാതെ ഫൂട്ട് മസാജ് ചെയ്യുന്നതും നമ്മുടെ കണ്ണിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനായിട്ടും ഐ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും നല്ലതായിരിക്കും. പിന്നെ അതല്ലാതെ ആയുർവേദത്തിന് പറഞ്ഞിട്ടുള്ള നസ്യം പോലെയുള്ള ചികിത്സ, മൂക്കിൽ മരുന്ന് ഒഴിക്കുന്ന തരത്തിലുള്ള ചികിത്സകളും, പിന്നെ ഓരോ സീസണിൽ ചെയ്യേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റുകളെ കുറിച്ച്
ശോധന ചികിത്സകളെ കുറിച്ചൊക്കെ ആയുർവേദത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചികിത്സകളൊക്കെ ചെയ്യുന്നത് ഭാവിയിൽ നമുക്ക് നേത്രരോഗങ്ങൾ വരാതിരിക്കാനും സഹായകമാകുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, അതായത് ഇപ്പൊ നമ്മൾ ഒരു വർക്കിംഗ് പേഴ്സൺ ആണെങ്കിൽ മിക്കപ്പോഴും നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നുണ്ടാവും, പക്ഷെ നമ്മൾ പിടിച്ചു വെക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ചുമ വരുന്നുണ്ടാവും, ചുമ പിടിച്ചു വെക്കും. അങ്ങനെയുള്ള വേഗരോധങ്ങൾ, അതായത് നമുക്ക് ഇങ്ങനെ വരുന്ന എർജുകളെയൊക്കെ നമ്മൾ സപ്രസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് അതിൽ നിന്ന് പോവുകയാണെങ്കിൽ നേത്രരോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻഡൈജഷൻ, ദഹനക്കുറവ് കൊണ്ട്, പിന്നെ അതിലത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ടുള്ള വിഷാദം പോലെയുള്ള കാര്യങ്ങളും, കൂടുതലായിട്ടുള്ള ദേഷ്യം വരുന്നതും, പിന്നെ പകലുറങ്ങുന്നതും രാത്രി ഉറങ്ങാതിരിക്കുന്നതും ഒക്കെ, പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ വെയിൽ കൊള്ളുക, അതല്ലാതെ നമുക്ക് ഭയങ്കരമായിട്ട് പുളിച്ചു തേട്ടൽ ഉണ്ടാക്കുന്ന പോലുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുക, സ്പൈസി ആയിട്ടുള്ള സോറായിട്ടുള്ള ഫുഡുകൾ, അതായത് പുളിപ്പും നല്ല സ്പൈസി ആയിട്ടുള്ള, അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ജങ്ക് ഫുഡ്സ്, സോസുകളൊക്കെ ഒഴിച്ച ജങ്ക് ഫുഡ്സ് സ്ഥിരമായി കഴിക്കുന്നത് വഴിയൊക്കെ പലതരത്തിലുള്ള നേത്രരോഗങ്ങൾ ഭാവിയിൽ വരാവുന്നതാണ്. ഇനി അടുത്ത് ഞാൻ പറയുന്നത് കണ്ണിന് നേത്രരോഗങ്ങൾക്ക് കാരണങ്ങളായിട്ട് കുറെ കാര്യങ്ങൾ ആയുർവേദത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതില് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ലൈഫിൽ ഇതുവരെ കണ്ടിന്യൂ ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ വെയിലത്ത് നിന്ന് വന്ന് പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത്, അല്ലെങ്കിൽ വെയിലത്ത് നിന്ന് പെട്ടെന്ന് വന്ന് തണുത്ത വെള്ളം കുടിക്കുന്നത്, ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് തണുത്ത വെള്ളം കുടിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു ചൂടുള്ള അല്ലെങ്കിൽ വെയിലത്ത് നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു AC റൂമിലേക്ക് കയറുന്നതൊക്കെ പെട്ടെന്നുള്ള ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് കണ്ണില് ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും, പലതരത്തില് ഒരു നേത്രരോഗങ്ങളിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് നിർത്തുക എന്നുള്ളതാണ്. പിന്നെ അതല്ലാതെ നമ്മൾ പറഞ്ഞു പകലുറക്കം, രാത്രി ഉറങ്ങാതിരിക്കുന്നതൊക്കെ, കൂടുതലായിട്ട് നമ്മളിപ്പോ നേഴ്സുമാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷൻ, അതായത് രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉള്ള തരത്തിലുള്ള പ്രൊഫഷൻ ഉള്ളവരില് കൂടുതലായിട്ടും രാത്രി അവര് എഴുന്നേറ്റിരിക്കുന്നു, പകലായിരിക്കും അവര് മിക്കപ്പോഴും ഉറങ്ങുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള അത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് ഡ്രൈനെസ് ഒക്കെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ, വളരെ യങ് ഏജിൽ തന്നെ ഡ്രൈനെസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അല്ലാതെ നമ്മള് മൈൻഡ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ കൂടെ പോണത്, അതൊക്കെ നേത്രരോഗങ്ങൾ വരാനുള്ള പലതരത്തിലുള്ള സാധ്യതകൾ കൂട്ടുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ഇപ്പൊ ചില വർക്കുകളുണ്ട്, അതായത് നമ്മള് വാച്ച് റിപ്പയർ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ടൈലർമാര്, അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള കാഴ്ചയാണ് അവർ ദൂരത്തുള്ള കാഴ്ചയെക്കാളും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെ? നമ്മുടെ ഒരു കണ്ണിന്റെ ഒരു സ്വാഭാവികത്വം എന്ന് പറയുന്നത് നമ്മൾ ദൂരത്തേക്കുള്ള കാഴ്ചയാണ് നമ്മുടെ കണ്ണുകൊണ്ട് കൂടുതൽ ചെയ്യേണ്ടത്. അടുത്തേക്കുള്ള കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് അടുത്തുള്ള കുറച്ച് കാര്യങ്ങൾ വായിക്കാനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അടുത്തേക്കുള്ള ഒരു കാഴ്ച ഡിപ്പെൻഡ് ചെയ്യുന്നത്. കൂടുതലും നമുക്ക് ദൂരക്കാഴ്ച തന്നെയാണ് വേണ്ടത്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അതായത് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവര് ദൂരക്കാഴ്ചയെക്കാളും കൂടുതൽ അവർ ഒരു ഡെയിലി ബേസിസിൽ ചെയ്യുന്നത് അടുത്തുള്ള കാഴ്ചയായിരിക്കും. അപ്പൊ അടുത്തുള്ള കാഴ്ചക്ക് പെട്ടെന്ന് കുറവ് വരാനും അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്. അതായത് അടുത്തുള്ള കണ്ണടയുടെ പവർ അവരുടെ വളരെ കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഏജ് അനുസരിച്ച് നോക്കുമ്പോൾ ഒരു 45 ഇയേഴ്സിൽ ഒരു 45 വയസ്സുള്ള ഒരാൾക്ക് ഏകദേശം ഒരു 55 അല്ലെങ്കിൽ 60 വയസ്സുള്ള ആളുടെ പവറിലേക്ക് പെട്ടെന്ന് അവര് കണ്ണട മാറ്റേണ്ടി വരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുളിപ്പിച്ച ആഹാരങ്ങൾ, അതായത് വൈൻ പോലെയുള്ള ലിക്കർ, വൈൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കണ്ണില് എപ്പിസ്ക്ലീറൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസും അല്ലെങ്കിൽ ഐ അലർജി പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നത് നമ്മുടെ കണ്ണിന്റെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകും. പിന്നെ ആയുർവേദത്തിലെ ഒരു കാര്യം, നമ്മുടെ തർപ്പണം എന്നുള്ള ഒരു ചികിത്സയുണ്ട്, കണ്ണില് നെയ്യ് നിർത്തിയിട്ടുള്ള ഒരു ചികിത്സ. ആ ചികിത്സയുടെ ഒരു ഭാഗത്തായിട്ട് ആചാര്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് ചലിക്കുന്നതായിട്ടുള്ള ഒരു വസ്തുവിലേക്ക് നമ്മൾ സ്ഥിരം നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള, അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സാധനത്തേക്ക് നമ്മൾ സ്ഥിരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്,
അല്ലെങ്കിൽ ഒരു ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ മൂന്നും നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏകദേശം ഒരു മൊബൈലിന്റെ എല്ലാ ഫീച്ചേഴ്സും അതിൽ വരുന്നുണ്ട്. അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക മൊബൈൽ ഫോണിൽ. പിന്നെ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് സ്ഥിരമായിട്ട് അടിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതെന്താ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഐ മൂവ്മെന്റ് ഒരേ ഒരു പാറ്റേണിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പലതരത്തിലുള്ള നേത്രരോഗങ്ങൾ വരാം. അപ്പൊ ആചാര്യം ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഫോൺ യൂസ് നമ്മുടെ കാഴ്ചയെ ബുദ്ധിമുട്ടിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം, പ്രത്യേകിച്ചിട്ടും കുട്ടികളുള്ള വീടുകളിൽ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ഐ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു കാഴ്ച ഉള്ള ഒരു മക്കളായി വളരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോ മിക്കവിടെയും നമ്മൾ വെളിയിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിലും ഓരോ വീടുകളിൽ പോവുകയാണെങ്കിലും നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടികളെ കുറച്ച് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറച്ച് കാർട്ടൂൺസ് ഫോണിൽ കാണിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പൊ അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണയായി ഒരു കുട്ടിയുടെ കാഴ്ച ഒരു വലിയ ആളുടെ കാഴ്ചയുടെ ഏകദേശം രീതിയിൽ എത്തുന്നത് ഒരു 2 വയസ്സിലും ഒരു കുട്ടിയുടെ കണ്ണിന്റെ എല്ലാ വളർച്ചയും എത്തുന്നത് 8 വയസ്സിലും ആണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ 8 വയസ്സ് വരെയുള്ള ഒരു കാലയളവില് കുട്ടിയുടെ കണ്ണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അപ്പോ പ്രത്യേകിച്ച് ഫോണിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഡിസ്റ്റൻസ്, അതായത് ഒരു 40 മുതൽ 50 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ ഫോൺ വെക്കേണ്ടത്. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ഫോൺ എപ്പോഴും നമ്മൾ അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കൈയിന്റെ മസിൽസിനെ സ്ട്രെയിൻ ആക്കാനും കുട്ടികളിൽ പലതരത്തിലുള്ള കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് OP-യിൽ കിട്ടുന്ന കുട്ടികൾ തന്നെയാണെങ്കിൽ LKG പഠിക്കുന്ന കുട്ടികൾ തന്നെ വളരെ ഹൈ പവർ ഉള്ള, എന്നാൽ വലിയ ഫാമിലി ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ അവര് ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത്, അതായത് അതിനുള്ള കാരണം കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്ന സമയത്ത് മിക്കപ്പോഴും പറയുന്നത് അതായത് അമ്മയും അച്ഛനും ഒന്നുമില്ലെങ്കിൽ ജോബ് ഉള്ളവരായിരിക്കും. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സിന് അവരെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാനായി ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 മണിക്കൂറിൽ കൂടുതലൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾ, അതായത് 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഈ ഇത്രയും ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 3 വയസ്സ് വരെ ഒരിക്കലും ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് കൊടുക്കാതിരിക്കുകയായിരിക്കും ഭാവിയിൽ അവർക്ക് ഉദര സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വേറെ ബോഡി ഇഷ്യൂസ് വരാതിരിക്കാനും നേത്രരോഗങ്ങൾ വരാതിരിക്കാനും നല്ലത്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളെല്ലാവരും പൊതുവെ വിചാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അപ്പൊ നമ്മുടെ കണ്ണ് നല്ല ഹെൽത്തി ആണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ദൂരെയുള്ളതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, അടുത്തുള്ളതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, സോ നമ്മുടെ കണ്ണ് ഹെൽത്തി ആണെന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും. പക്ഷെ അങ്ങനെയല്ല, ചില രോഗങ്ങൾ നമ്മൾ ഐ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം തിരിച്ചറിയുന്ന അസുഖങ്ങളുണ്ട്. അപ്പോ എല്ലാവരും ഒരു 40 years കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നേത്ര പരിശോധന, അതായത് വിഷൻ ടെസ്റ്റ്, കണ്ണിലെ പ്രഷറിന്റെ കണ്ണിലെ മർദ്ദം എത്രയാണെന്നുള്ളത്, നോർമൽ ആണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അതായത് IOP എന്ന് പറയും, ഇൻട്രാ ഓക്കുലർ പ്രഷർ. കണ്ണിന്റെ IOP പരിശോധിക്കണം നിർബന്ധമായും. റെറ്റിന എന്ന് പറഞ്ഞ ഭാഗത്തിന് ഹെൽത്തി ആണോ, അവിടുത്തെ ഞരമ്പുകളൊക്കെ ഹെൽത്തി ആണോ എന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തണം 40 വയസ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് ഒരു ചെറിയ കാഴ്ചമങ്ങൽ എന്നല്ലാതെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും, പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും ഇല്ലാതെയാണ് ഈ അസുഖങ്ങൾ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒരു ലേറ്റ് സ്റ്റേജിലൊക്കെ നല്ല കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രം നമ്മൾ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആയിട്ടുള്ള വിഷൻ ടെസ്റ്റും റെറ്റിനയുടെ സ്കാനൊക്കെ എടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത്രയും വർഷമായിട്ട് നമുക്കൊരു കാഴ്ച ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു എന്നുള്ളത്. ഒരു ലേറ്റ് സ്റ്റേജിൽ നമ്മളൊരു ഡിസീസിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് ഏത് മെഡിക്കൽ സയൻസിലാണെങ്കിലും അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 40+ ആയിട്ടുള്ള എല്ലാവരും തന്നെ കാഴ്ച പരിശോധിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോക്കോമ,
അതായത് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തില് കണ്ണിന്റെ പ്രഷർ കൂടിയോ കൂടാതെയോ കണ്ണിന് നെർവിന് വരുന്ന ഡാമേജ് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖം. ഈ അസുഖത്തില് നമുക്ക് നേരിട്ടുള്ള കാഴ്ചയുടെ ഒരു മങ്ങലല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചയ്ക്കാണ് മങ്ങൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡെയിലി ലൈഫിൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലോക്കോമ അല്ലെങ്കിൽ നമുക്ക് പ്രായാധിക്യം കൊണ്ട് വരുന്ന മാക്യുലർ ഡീജനറേഷൻ പോലെയുള്ള കണ്ടീഷനിലും, പിന്നെ ചില അതായത് തീരെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളില് തിമിരം വരുന്നതും അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി പോലെയുള്ള അസുഖങ്ങൾ വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാവാതെ, അതായത് ചെറിയൊരു കാഴ്ച വൈകല്യം മാത്രമായിരിക്കും ആദ്യം ഉണ്ടാവുക. നെക്സ്റ്റ് ഒരു വലിയൊരു ബ്ലർനെസ്, അതായത് കാഴ്ചമങ്ങൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കാഴ്ച പരിശോധിക്കേണ്ടത് നിർബന്ധം. ഇനി അടുത്ത് പറയാനുള്ളത് ആയുർവേദ നേത്ര ചികിത്സയെ കുറിച്ചും അല്ലെങ്കിൽ നേത്ര രോഗങ്ങളെ കുറിച്ചൊക്കെ കുറെ തെറ്റിദ്ധാരണകൾ നമ്മുടെ പൊതുസമൂഹത്തില് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു പബ്ലിക്കിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും വിചാരിക്കുന്നത് എത്ര പവറുള്ള കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിലും പൂർണ്ണമായി കണ്ണട മാറ്റാം എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. അത് ഓരോ ആളിലും വേറെ തന്നെ ആയിരിക്കും. അതായത് ഒരു ഫാമിലി ഹിസ്റ്ററി, ഒരു അച്ഛനോ അമ്മയോ കണ്ണട ഉപയോഗിക്കുന്നവരാണ്, ദൂരക്കാഴ്ചയ്ക്ക് കണ്ണട ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് കാഴ്ച വൈകല്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടി മാസം തികയാതെ പ്രസവിച്ച കുട്ടിയാണോ, അല്ലെങ്കിൽ അവരുടെ കണ്ണിന്റെ അനാട്ടമി ബേസ് ചെയ്തിട്ടാണോ ഈ കുട്ടിക്ക് വന്ന കാഴ്ച വൈകല്യം എന്നിങ്ങനെ കുറെ കാര്യങ്ങളെ കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു കുട്ടിയുടെ കാഴ്ചയുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു കാഴ്ച വൈകല്യത്തിന് കണ്ണട ഉപയോഗിക്കാതെയുള്ള ചികിത്സ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമുക്ക് എല്ലാ പവറിലുള്ള കണ്ണടയും മാറ്റി എല്ലാവരും കണ്ണട വിമുക്തരാക്കാൻ പറ്റില്ല ആയുർവേദ ചികിത്സ കൊണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു മാത്രം എല്ലാവരും ചികിത്സ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഐ എക്സസൈസുകൾ, നമ്മളിപ്പോ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ ആരുടെ കണ്ണട വേണമെങ്കിലും നമുക്ക് മാറ്റാം, എത്ര പവറുള്ള കണ്ണട വേണമെങ്കിൽ മാറ്റാം എന്നൊക്കെ പറഞ്ഞ കുറെ ആഡുകളും കാര്യങ്ങളും കാണാറുണ്ട്. അപ്പൊ അങ്ങനെയല്ല, ഐ എക്സസൈസ് എന്ന് പറയുന്നത് ചെറിയ കാഴ്ച വൈകല്യങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അതായത് വളരെ ചെറിയൊരു ഏജില് നമ്മൾ ഈ ഐ എക്സസൈസ് ചെയ്യണം. വളരെ ചെറിയ പവറാണ് നമുക്കുള്ളത്, അതായത് ഒരു +1 ഡയോപ്റ്റർ പവർ ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ എക്സസൈസ് ചെയ്തതുകൊണ്ട് ബാക്കി മെഡിസിൻസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ണട മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതല്ലാതെ ഐ എക്സസൈസിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഐ മസിൽസിനെ, കണ്ണിലുള്ള പേശികളെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ളതും ദൂരത്തുള്ളതുമായിട്ടുള്ള വസ്തുക്കളിലേക്ക് നോക്കുമ്പോൾ ഉള്ള ആ ഫോക്കസിനെ കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്യുക. അതല്ലെങ്കിൽ സ്ക്രീൻ യൂസ് ചെയ്യുന്നവര്, കൂടുതലായിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുന്നവർ, അത് മണിക്കൂറുകളോളം സ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 20 മിനിറ്റ് കൂടുമ്പോഴും ഒരു 20 സെക്കൻഡ് നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് ഒരു 20 ഫീറ്റ് ഡിസ്റ്റൻസിലേക്ക് നോക്കുക, എന്നിട്ട് 20 പ്രാവശ്യം നല്ലപോലെ ബ്ലിങ്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം, ഇതിന് 20-20-20 റൂൾ എന്നാ പറയാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ കണ്ണിന് വരൾച്ചയില്ലാതെ നമ്മുടെ കണ്ണിന്റെ പ്രക്രിയയൊക്കെ സാധാരണഗതിയിൽ നടക്കുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഐ എക്സസൈസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഐ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവരും ചെയ്യാൻ പറ്റാത്തവരും ഉണ്ട്. എല്ലാവർക്കും ഐ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് റെറ്റിനൽ ഡിസീസസ് ഉള്ള ആളുകളിൽ ഐ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ അത് കൂടി റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ കണ്ണിന്റെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഐ സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ആയുർവേദിക് ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ രോഗത്തിനും നമ്മൾ ആയുർവേദത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു മരുന്നാണ് ഇളനീർക്കുഴമ്പ്. അപ്പൊ എല്ലാ കണ്ണിന്റെ അസുഖങ്ങൾക്കും ഇളനീർക്കുഴമ്പ് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണത. അതായത് ഇപ്പൊ കണ്ണിൽ നമ്മൾ പൊടി പോയി, അപ്പൊ നമ്മൾ വീട്ടിൽ ഇളനീർക്കുഴമ്പ് ഒഴിക്കുക. അല്ലെങ്കിൽ കണ്ണിന് ഒരു കൺജക്ടിവൈറ്റിസ് വന്നു, അപ്പൊ നമ്മൾ ഇളനീർക്കുഴമ്പ് ഒഴിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ ഒരു പൊടി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കറുത്ത ഭാഗത്താണ് ഉള്ളതെങ്കിൽ ഇളനീർക്കുഴമ്പ് ഒഴിക്കുന്നുണ്ടാവും നമ്മള്. പക്ഷെ ഈ പൊടി എടുക്കാതെ എന്തായാലും ആ ബുദ്ധിമുട്ട് മാറില്ല. അതായത് കണ്ണിന്റെ പെയിനോ
കണ്ണിന് വരുന്ന ഡിസ്ചാർജോ അല്ലെങ്കിൽ കണ്ണിന് വരുന്ന ഇൻഫെക്ഷനോ ഒരിക്കലും മാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം നമ്മൾ തന്നെ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാത്തിനും അതുകൊണ്ട് ഇളനീർക്കുഴമ്പ് ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ വയസ്സാവുമ്പോൾ മാത്രമാണ് കാഴ്ചയ്ക്ക് പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ നേത്രരോഗങ്ങൾ ഒരു വയസ്സ്, അതായത് ഒരു 50 വയസ്സിൽ കൂടുതലാകുമ്പോൾ മാത്രമാണ് വരുന്നത് എന്നുള്ളൊരു ധാരണ. അത് തീർത്തും തെറ്റാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടികളിലുള്ള കാഴ്ചക്കുറവ്, അതായത് മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളിൽ റെറ്റിനയിൽ വരാവുന്ന റെറ്റിനോപ്പതി പ്രിമച്യൂരിറ്റി എന്ന് പറയുന്ന അസുഖം, അത് വളരെ ചെറിയൊരു ഏജിലാണ് കുട്ടിക്ക് വരുന്നത്, അതായത് ഓൺ ബർത്ത് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 15 വയസ്സിനുള്ളിൽ വരാവുന്ന റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് ദൂരക്കാഴ്ചയ്ക്കും അടുത്ത കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ, അതൊരു 15 വയസ്സ് ആ ഒരു കാലഘട്ടങ്ങളിലാണ് മിക്ക കുട്ടികളിലും കണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് രോഗമെന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി 40 വയസ്സ് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാകുന്ന വെള്ളയെഴുത്ത് പോലെയുള്ള പ്രസ്ബയോപിയോ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, അതല്ലാതെ നമുക്ക് പ്രായാധിക്യം കൊണ്ട് വരാവുന്ന തിമിരം, അങ്ങനെ പല ഏജ് ഗ്രൂപ്പിലും പല തരത്തിലുള്ള നേത്രരോഗങ്ങൾ നമ്മളെ ബാധിക്കാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വിചാരിക്കും കണ്ണട ഉപയോഗിക്കുന്നതുകൊണ്ട് കണ്ണിന്റെ പവർ കുറഞ്ഞു വരും എന്നുള്ളൊരു ധാരണ. അതൊരിക്കലും ശരിയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണട ഉപയോഗിക്കുന്നത് കണ്ണിനൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ കണ്ണിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ണിന്റെ മസിൽസിന് ഹെൽപ്ഫുൾ ആണ്. കണ്ണട വലിയൊരു പവറുള്ള ഒരാള് കണ്ണട ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഐ മസിൽസിന് സ്ട്രെയിൻ വരികയും കാഴ്ച പ്രശ്നങ്ങൾ കൂടാനും സാധ്യത കൂടുതലാണ്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ നമുക്കറിയാം മൊബൈൽ യൂസ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ് യൂസ്, ലാപ്ടോപ്പോ ടാബോ അങ്ങനെ സിസ്റ്റം യൂസ് വളരെ കൂടുതലായിട്ടുള്ള, അതായത് നമ്മൾ ജോലി സംബന്ധമാവാം അല്ലെങ്കിൽ നമ്മൾ പഠന സംബന്ധമായിട്ടൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ ഒരു ജീവിത രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അത് അവോയ്ഡ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിനും സ്ക്രീനിനും ഇടയ്ക്ക് ഒരു 40 മുതൽ 50 സെന്റിമീറ്റർ വരെ അകലം പാലിക്കുക. പിന്നെ നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ 20-20-20 റൂൾ, അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 20 മിനിറ്റ് കണ്ടിന്യൂസ് സ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് ഒരു ബ്രേക്ക് എടുത്ത് ഒരു 20 ഫീറ്റ് ഡിസ്റ്റൻസിലേക്ക് നോക്കി 20 പ്രാവശ്യം നല്ലപോലെ ബ്ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഓരോ ഇന്റർവെല്ലിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യുക. കാരണം നമ്മുടെ കണ്ണിന്റെ പ്രക്രിയ, നമ്മൾ ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ബ്ലിങ്ക് ചെയ്യുന്നത്, അതായത് ഈ കണ്ണടയ്ക്കുന്നത് വളരെ കുറവായിരിക്കും. സെക്കൻഡിൽ ഒരു 14 മുതൽ 17 പ്രാവശ്യം വരെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അതിനേക്കാളും വളരെ കുറവ് തന്നെ ആയിരിക്കും എന്തുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബ്ലിങ്ക് ചെയ്യുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് ഡ്രൈ ആയി വരാതിരിക്കാനൊക്കെ കൂടുതലായിട്ട് സഹായിക്കും. പിന്നെ സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് ചുറ്റുപാടിനനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ നല്ല സൺലൈറ്റിലാണ് നിൽക്കുകയാണെങ്കിൽ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിയിടണം, എന്നാലും നമുക്ക് എല്ലാം കാണാനായിട്ട് പറ്റില്ല സ്ക്രീനുള്ള. അതല്ലാതെ സാധാരണ ഒരു മീഡിയം ലൈറ്റിലുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഒരു മീഡിയം ബ്രൈറ്റ്നസ്സിൽ വെച്ചാൽ മതി. അതല്ലാതെ ലൈറ്റ് കുറവുള്ള മുറിയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ബ്രൈറ്റ്നസ് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഗ്ലെയർ അടിച്ചിട്ട് നമുക്കൊന്നും കാണാനായിട്ട് പറ്റില്ല. പിന്നെ ഒരു ഇരുണ്ട മുറിയിൽ അല്ലെങ്കിൽ രാത്രിയാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കേണ്ടി വരുന്നതെങ്കിൽ കുറഞ്ഞ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ നൈറ്റ് മോഡിലൊക്കെ ഇട്ടിട്ട് നമുക്ക് സ്ക്രീൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇരുട്ട് ഉള്ള മുറിയിലിരുന്ന് ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അത് കണ്ണിന്റെ ഐ മസിൽസിനെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ഉണ്ടാക്കും. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ അതല്ലാതെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫോണിനെ ഐ ലെവലിലേക്ക് പിടിക്കാനായിട്ട് നോക്കുക. താഴേക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പിടിച്ച് നമ്മൾ മിക്കപ്പോഴും ഫോൺ ഇങ്ങനെ താഴേക്ക് പിടിച്ചാണ് പിടിക്കുന്നത്. അപ്പൊ നമുക്ക് നെക്ക് പെയിൻ പോലെയുള്ള നെക്ക് ഇഷ്യൂസ് വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ രാത്രി സമയത്ത് കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ കണ്ണുവേദന, തലവേദന, കാഴ്ച മങ്ങൽ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉള്ളവര് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. പിന്നെ കഴുത്ത് മുന്നോട്ട് തള്ളി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നോർമൽ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക. പിന്നെ അതുപോലെ തന്നെ കിടന്നിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന, മിക്കപ്പോഴും ഒരു രാത്രി സമയങ്ങളിലൊക്കെ ഫോൺ ഉപയോഗിക്കുന്നവർ കിടന്നിട്ട് തന്നെ ആയിരിക്കും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കിടന്ന് മൊബൈൽ യൂസ് ചെയ്യുന്നതൊക്കെ
പലതരത്തിലുള്ള ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കൈകൾക്ക് സപ്പോർട്ടായിട്ട് ആംറെസ്റ്റോ അല്ലെങ്കിൽ ടേബിളൊക്കെ യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. പിന്നെ ഒരു കുറെ നേരം നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരേ പൊസിഷനിൽ ഇരുന്ന് സ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക് ഒരു ഇന്റർവെല്ലിന്റെ അടുത്ത് ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കുറച്ച് രോഗങ്ങൾ നമ്മൾ സാധാരണയായി കണ്ടുവരുന്നതായിട്ടുള്ള കുറച്ച് നേത്ര രോഗങ്ങളും അതിൽ നമ്മുടെ ആയുർവേദ ചികിത്സയുടെ എത്രമാത്രം ആയുർവേദ ചികിത്സ കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. തിമിരം ആദ്യം നമ്മൾ പറയുന്നത് നമ്മൾ പൊതുവായിട്ട് കണ്ടുവരുന്നതായിട്ടുള്ള പ്രായാധിക്യം കൊണ്ട് ഉണ്ടാവുന്നതാണ് തിമിരം എന്ന് പറയുന്നത്. കാറ്ററാക്ട് എന്നൊക്കെ പറയുന്ന അസുഖം. ആ തിമിരത്തിലാണെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ ആയുർവേദിക് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാഴ്ച മങ്ങൽ കൂടുതലില്ലാതെ നമുക്ക് കാഴ്ച അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും. എന്നാൽ ലേറ്റ് സ്റ്റേജിലാണെങ്കിൽ ആയുർവേദത്തിലും കാറ്ററാക്ടിന് സർജറി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഏർലി സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊന്നും നമുക്കൊരു സർജറിയിലേക്ക് പോവാതെ കാഴ്ച അതുപോലെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷെ ലേറ്റ് സ്റ്റേജ് അതായത് ലേറ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഹൈപ്പർ മിച്ചർ ആയിട്ടുള്ള ഒരു തിമിരത്തിന്റെ അവസ്ഥയിൽ നമ്മൾ ആയുർവേദ ചികിത്സ കൊണ്ട് കാഴ്ച മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. അതിന് സർജറി തന്നെ ചെയ്യേണ്ടി വരും. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷന്റെ പ്രാധാന്യത വരുന്നത് കൂടുതലും ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, ഡയബറ്റീസ് ഉള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള, അതായത് കൺട്രോൾ അല്ലാത്ത രീതിയിൽ പ്രമേഹമുള്ള ആളുകളിൽ, അതുപോലെ തന്നെ വേറെ കുറെ സിസ്റ്റമിക് ഇഷ്യൂസ് ഉള്ള ആളുകളിലും കാറ്ററാക്ട് സർജറി ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ഉണ്ട് കുറെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകളിലാണെങ്കിൽ നേരത്തെ തന്നെ അവര് ആയുർവേദ ചികിത്സ എടുക്കുകയാണെങ്കിൽ അവരുടെ കാഴ്ച നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും. ഒരിക്കലും അവര് ഈ കാറ്ററാക്ട് കാരണം കാഴ്ച നഷ്ടപ്പെട്ട് ഒരു ബ്ലൈൻഡ് പേഴ്സൺ ആവാതെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, അതായത് ഇപ്പൊ ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിസ്റ്റമിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ്, ഭാവിയിൽ ചിലപ്പോൾ കാറ്ററാക്ട് സർജറി ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആ ഒരു എൻഡ് സ്റ്റേജ് വരെ കാത്തിരിക്കാതെ ഏർലി സ്റ്റേജിൽ തന്നെ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാഴ്ച ബ്ലൈൻഡ് ആവാതെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തത് കുട്ടികളിൽ വരുന്ന കാഴ്ചക്കുറവ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി ഹിസ്റ്ററി ഇല്ല, അതായത് അച്ഛനും അമ്മയും കണ്ണട ഉപയോഗിക്കുന്നവരല്ല, കുട്ടിക്ക് വേറെ റെറ്റിനയ്ക്കോ അല്ലെങ്കിൽ വേറെ കണ്ണിലെ വേറെ വേറെ അസുഖങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളൊരു ഇതാണ്. ചെറിയ പവർ ആണെങ്കിലും നമുക്ക് പ്രാരംഭഘട്ടത്തിൽ തന്നെ ആയുർവേദ ചികിത്സ ചെയ്യുന്ന മൂലം കണ്ണട പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും. പക്ഷെ വലിയൊരു പവർ ഉണ്ട് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അസുഖമാണ്, അതായത് പെട്ടെന്ന് പവർ കൂടി വരുന്ന തരത്തിലുള്ള ഒരു അസുഖമാണെങ്കിൽ ആ കൂടുന്നതിന്റെ ഒരു ടൈം പീരീഡ് കുറയ്ക്കാനായിട്ടും ആയുർവേദ ചികിത്സ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അതല്ലാതെ നമുക്കറിയാം ഈ മയോപ്പിയ, പ്രോഗ്രസീവ് മയോപ്പിയ പോലെയുള്ള കണ്ടീഷൻ നമ്മൾ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് അത് കണ്ണിന്റെ വേറെ ഭാഗങ്ങളായിട്ടുള്ള റെറ്റിന പോലെയുള്ള ഭാഗങ്ങളിലേക്കും പടർന്ന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. അപ്പോൾ ആയുർവേദ ചികിത്സ ചെയ്യുന്നത് മൂലം ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്തത് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഞാൻ പറഞ്ഞു ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ഏർലി സ്റ്റേജ് ആയിട്ടുള്ള NPDR പോലെയുള്ള കണ്ടീഷൻസ് ഏർലി സ്റ്റേജസിൽ നമ്മൾ പറഞ്ഞു ചെറിയ കാഴ്ചമങ്ങൽ മാത്രമാണ് ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ ആയുർവേദ ചികിത്സ എടുക്കുന്നത് മൂലം അവരുടെ കാഴ്ചമങ്ങല് മാറ്റിയെടുക്കാനും കണ്ണിൽ നീർക്കെട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും ആയുർവേദ ചികിത്സ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഈവൻ ഫൈനൽ സ്റ്റേജിൽ, അതായത് ലേറ്റ് സ്റ്റേജിൽ ആണെങ്കിൽ കൂടി കാഴ്ച അപ്പം ഉള്ളതുപോലെ നിലനിർത്താനും ആയുർവേദ ചികിത്സ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്തത് കണ്ണിൽ വരുന്ന നീർക്കെട്ട്, സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി പോലെയുള്ള അസുഖങ്ങള്. അങ്ങനെയുള്ള അസുഖങ്ങളില് റെറ്റിനയിലെ നീർക്കെട്ട് കുറയ്ക്കാനും അതേപോലെ തന്നെ കാഴ്ച പഴയതുപോലെ ആക്കാനും ഈ CSR എന്ന് പറഞ്ഞ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം വന്നവരിൽ പിന്നെയും വരാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ള റിക്കറൻസ്, അതായത് വീണ്ടും വരുന്ന ഒരു പ്രവണത മാറ്റിയെടുക്കാനും ആയുർവേദ ചികിത്സ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഗ്ലോക്കോമ പോലെയുള്ള അസുഖങ്ങളിൽ നമ്മൾ പറഞ്ഞു ഈ സൈഡിലുള്ള കാഴ്ചയാണ് കൂടുതലായിട്ട് അഫക്റ്റഡ് ആകുന്നത്. ആ കാഴ്ച വൈകല്യത്തിന് നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന, അത് പൂർണ്ണമായി മാറ്റാനായിട്ട് പറ്റുന്ന അസുഖമല്ല എങ്കിൽ കൂടി ആ സൈഡിലുള്ള കാഴ്ച വൈകല്യം കുറച്ചു കൊണ്ടുവരാൻ, അതിന്റെ ടൈം ഡിലേ ചെയ്യാനായിട്ട് ആയുർവേദ ചികിത്സ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്.
പിന്നെ നമുക്കറിയാം ഈ കണ്ണിൽ വരുന്ന ചെങ്കണ്ണ്, ഇവൻ ചെങ്കണ്ണിൽ തന്നെ കൺജക്ടിവൈറ്റിസിന് തന്നെ ബാക്ടീരിയൽ ആയിട്ടുള്ള കൺജക്ടിവൈറ്റിസ്, അതായത് സിവിയർ ആയിട്ട് യെല്ലോ ഡിസ്ചാർജ് വരുന്ന ബാക്ടീരിയൽ കൺജക്ടിവൈറ്റിസ് പോലും ഫുള്ളി ക്യൂർ ചെയ്യാനായിട്ട് ആയുർവേദ ചികിത്സ കൊണ്ട് സാധിക്കും. അതല്ലാതെ കണ്ണിൽ വരുന്ന വേദനയോട് കൂടിയതും വേദന ഇല്ലാത്ത തരത്തിലുള്ള കുരുക്കളും ഒക്കെ ആയുർവേദ ചികിത്സയിൽ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഏരിയകളാണ്. പിന്നെ അല്ലാതെ കണ്ണിൽ പൊടി പോവുക അല്ലെങ്കിൽ കണ്ണിൽ കരട് പോവുക നമുക്കറിയാം കൂടുതലും ഈ ഡ്രില്ലിംഗ് പോലെയുള്ള ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്നവരിലൊക്കെയാണ് കൂടുതലും പെട്ടെന്ന് ഈ കാർപ്പന്റേഴ്സ് അവരൊക്കെ ഈ പീസുകൾ അവര് വർക്ക് ചെയ്യുമ്പോൾ ചെറിയ പീസുകൾ കരടുകള് നമ്മുടെ വെള്ള ഭാഗത്തും അല്ലെങ്കിൽ കറുത്ത ഭാഗത്തൊക്കെ തട്ടിയിട്ട് മിക്കപ്പോഴും വരാറുണ്ട് ഒട്ടിയില്. അപ്പൊ ഒന്നാമത് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് കറക്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അതായത് കറക്റ്റ് ആയിട്ട് മാസ്കുകൾ, ഐ മാസ്കുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഗ്ലാസസ് വെയർ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പൊടി വീഴുന്നത് നമ്മുടെ കണ്ണിന്റെ കറുത്ത ഭാഗത്താണെങ്കിൽ നമ്മള് പെട്ടെന്ന് തിരുമ്പാൻ, നമുക്കറിയാം കണ്ണിൽ എന്ത് വീണാലും നമുക്ക് തിരുമ്പാനുള്ള ഒരു പ്രവണത കൂടുതലായിരിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മൾ തിരുമുന്നത് വഴി ഈ കണ്ണിലുള്ള പൊടി ഒന്നുമില്ലെങ്കിൽ ഡീപ്പായി പോവാം, അല്ലെങ്കിൽ അവിടെ തന്നെ പലതരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാം. അപ്പൊ ഇത് നമ്മുടെ കൃഷ്ണമണിയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആഴ്ച വരെ പോവാനുള്ള ഒരു കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവരെല്ലാവരും അതിൻ്റെതായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉപയോഗിക്കേണ്ടതാണ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ സ്ലിറ്റ് ലാമ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ സ്ലിറ്റ് ലാമ്പിന്റെ ഉപയോഗത്തോടു കൂടി നമുക്ക് ഈ കണ്ണിൽ വന്ന ഫോറിൻ ബോഡി, അതായത് കരടുകളിനെ എടുത്തു മാറ്റാനും ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ഐ ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നല്ല റിസൾട്ട്, അതായത് ഇൻഫെക്ഷൻ ഒന്നും വരാതെ നമ്മുടെ കണ്ണിനെ പ്രിസർവ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ അതല്ലാതെ തന്നെ നമുക്കറിയാം കണ്ണിന്റെ കറുത്ത ഭാഗത്ത് ഒരു പോറലോ എന്തെങ്കിലും ഒരു മുറി വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും കരട് പോവോ മറ്റോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹീലാവുന്ന സമയത്ത്, അത് ഉണങ്ങുന്ന സമയത്ത് അവിടെ വെള്ള കളറിലുള്ള പാട് വരും. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു മുറിവ് വരികയാണ്, മുറിവ് ഉണങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു സ്കാർ വരും അല്ലെ, അവിടെ ഒരു മുറിപ്പാട് വരും. അതുപോലെ തന്നെ കണ്ണിലും അങ്ങനെ മുറിപ്പാടുകൾ വരാറുണ്ട്. അപ്പൊ ഈ നമ്മുടെ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ഐ ബാൻഡേജുകൾ ചെയ്യുന്ന സമയത്ത് ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള മുറിപ്പാടുകളുടെ വൈറ്റ് ഭാഗം കാണാറില്ല എന്നുള്ളതാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പൊ അതൊക്കെ വളരെ പേഷ്യന്റ് വളരെ ഹെൽപ്ഫുൾ ആവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ നമുക്ക് പാരമ്പര്യമായി വരുന്ന കാഴ്ച വൈകല്യങ്ങളായിട്ടുള്ള റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ പോലുള്ള അസുഖങ്ങൾ അത് വളരെ വിരളമായാണ് പണ്ടൊക്കെ ഒരു 5000 പേരിലോ ഒരാള് അല്ലെങ്കിൽ 1000 പേരിൽ ഒരാളൊക്കെ ആയിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ കുറച്ച് കൂടുതലായിട്ട് ആളുകളിലേക്ക് ഈ അസുഖം എത്തുന്നുണ്ട്. കാരണം മേ ബി ചിലപ്പോ ഇങ്ങനത്തെ കാഴ്ച വൈകല്യമുള്ള ആളുകൾ തന്നെ പരസ്പരം കല്യാണം കഴിച്ച് അവരുടെ കുട്ടികൾക്ക് ഈ അസുഖം എന്തായാലും വരാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാവണം കൂടുതലും ആളുകളിൽ ഇപ്പൊ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ പോലെയുള്ള അസുഖങ്ങൾ കാണാറുണ്ട്. ഈ അസുഖം ഏർലി സ്റ്റേജിൽ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ കാര്യം വരുന്നത്. അതായത് ഇപ്പോ അച്ഛനോ അമ്മയ്ക്കോ ഇങ്ങനത്തെ കാഴ്ച ബുദ്ധിമുട്ട്, റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറഞ്ഞാൽ രാത്രി കാഴ്ചയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള, ഈവൻ ബ്ലൈൻഡ് ആകാവുന്ന, അതായത് അവര് മൊത്തത്തിലുള്ള കാഴ്ച നഷ്ടപ്പെട്ട് ഈവൻ ബ്ലൈൻഡ് ആകാവുന്ന ഒരു അസുഖമാണ് ഈ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങള് ഏർലി സ്റ്റേജിൽ തന്നെ, അതായത് ആ കുട്ടി ജനിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ആ കുട്ടിക്കും ഇതേ ബുദ്ധിമുട്ടുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ആയുർവേദ ചികിത്സ ചെയ്യുന്നത് മൂലം ആ കുട്ടിയുടെ വിഷൻ കുറച്ചും കൂടെ പ്രിസർവ് ചെയ്യാൻ, ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനായിട്ട് ഒരു മെഡിക്കൽ സയൻസ് കൊണ്ടും പറ്റാത്ത ഒരു അസുഖമാണ് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. എങ്കിൽ കൂടി ആയുർവേദത്തിന്റെ ചികിത്സ കൊണ്ട് ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനും അവരുടെ രാത്രി കാഴ്ച കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളിൽ ആയുർവേദത്തിന്റെ ഒരു ഇടപെടൽ കൊണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആയുർവേദത്തിലെ നേത്ര ചികിത്സ എന്താണ്. ഇപ്പൊ നമ്മളിങ്ങനെ ആയുർവേദ നേത്ര ചികിത്സ എന്ന് പറയുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് എന്താണ് ആയുർവേദ ചികിത്സ, എന്തൊക്കെയാണ് അവിടെ ഡോക്ടർമാർ ചെയ്യുന്നത് എന്നറിയാനായിട്ടാണ്. എല്ലാ ആയുർവേദ ഡോക്ടർമാരും അവർ പഠിച്ചിറങ്ങുന്നത് തന്നെ ഓൾറെഡി തൗസൻഡ്സ് ഓഫ് പേഷ്യൻസിനെ OP ലെവലിലും IP ലെവലിലും കണ്ട് ട്രീറ്റ് ചെയ്തിട്ടാണ്. അതായത് ഈവൻ മോഡേൺ സയൻസിലുള്ള അതേ എക്യുപ്മെന്റ്സ്, അതായത് സ്ലിറ്റ് ലാമ്പ്, OCT സ്കാൻ, ഫണ്ടസ് ഫോട്ടോ, HFA പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് അസുഖങ്ങളെ തിരിച്ചറിയാനുള്ള സഹായകമായിട്ടുള്ള മെഷീൻസ് എല്ലാം
വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസിലേക്ക് എത്തുകയും നല്ല രീതിയിൽ നമ്മൾ ആയുർവേദ ചികിത്സ കൊണ്ട് മാറ്റിയെടുക്കാനും പറ്റുന്നതാണ് മിക്ക അസുഖങ്ങൾ. അതായത് ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആയുർവേദ ചികിത്സ കണ്ണിന് ഉള്ളൊരു ചികിത്സ എന്ന് പറയുന്നത് ഒരു ഹോൾ ബോഡി ട്രീറ്റ്മെന്റ് പോലെ തന്നെയാണ് പോകുന്നത്. അതായത് നമ്മുടെ മിക്ക രോഗങ്ങളും, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മിക്ക രോഗങ്ങളും കണ്ണിലൂടെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ലിവർ ഡിസീസ്, അതായത് ഒരു ജോണ്ടിസ് ഉണ്ട്, ജോണ്ടിസ് ഉള്ള ഒരാൾ, ഒരു മഞ്ഞപ്പിത്തമുള്ള ആളാണെങ്കിൽ കണ്ണിന്റെ വൈറ്റ് കളർ ഭാഗം മഞ്ഞയായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട്. അതുപോലെ തന്നെ ഒരു രക്തക്കുറവ് ഉള്ള ഒരാളില് നമ്മുടെ കണ്ണിന്റെ പാൽപെബ്രൽ കൺജക്റ്റീവ എന്ന് പറഞ്ഞ ഈ പോളയുടെ ഉൾവശം പെയിൽ കളറായിട്ട്, അതായത് വളരെ ഇളം കളറായിട്ടായിട്ട് കാണാറുണ്ട്. അങ്ങനെ അലർജി ഉള്ള ഒരാളിൽ കണ്ണ് റെഡ് കളറായിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കണ്ണ് വഴി നമുക്ക് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന്റെ നേത്ര ചികിത്സ എന്ന് പറയുന്നത് ഒരു ഹോൾ ബോഡി അപ്രോച്ച് ആണ് വരുന്നത്. അതായത് നമ്മള് ശോധന ചികിത്സകളായിട്ടുള്ള ഛർദിപ്പിക്കുന്നത്, വിരേചനം ചെയ്യുന്നത്, അല്ലെങ്കിൽ വസ്തി, നസ്യം, രക്തമോക്ഷണം പോലെയുള്ള സ്ത്രീകളും, അതല്ലാതെ ശമന ചികിത്സയിൽ വരുന്ന മരുന്നുകൾ ഉള്ളിലേക്ക് എടുക്കുന്നതും, അതിനൊപ്പം തന്നെ ആയുർവേദത്തിൽ സ്പെഷ്യലി കണ്ണിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ക്രിയാകൽപ്പങ്ങളുണ്ട്. അതായത് നേത്ര ക്രിയാകൽപ്പങ്ങൾ എന്ന് പറയും. അതായത് കണ്ണിനുള്ള സേകം, നേത്രസേകം, അഞ്ജനം, കുടഭാഗം, തർപ്പണം, ആശ്ചോദനം, പിണ്ടി, വിടാലകം പോലെയുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഐ ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിനൊപ്പം തന്നെ ആഹാര വിഹാരങ്ങളിലുള്ള, അതായത് നമ്മുടെ ആഹാരത്തിലും നമ്മൾ ചെയ്യേണ്ട ചര്യകളിലും ഉള്ള വരുത്തേണ്ട മാറ്റങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ഒപ്പം തന്നെ. നമുക്കറിയാം ആയുർവേദ ചികിത്സ എപ്പോഴും ഓരോ വ്യക്തിയിലും ഡിഫറെന്റ് ആണ്. അതായത് ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവരുടെ അഗ്നിബലവും അവരുടെ പ്രകൃതിയും അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വ്യക്തിയിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ഒരാളിൽ ഉള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്തൊരു മെഡിസിൻ ആയിരിക്കില്ല ഒരിക്കലും വേറൊരാൾക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നമ്മൾ സ്വയം ചികിത്സിക്കാതെ, അല്ലെങ്കിൽ സ്വയം ഒരു കെയർ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ആയുർവേദ ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ചികിത്സിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ക്ലാസ് കൊണ്ട് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഡോക്ടറെ താങ്ക് യു. വളരെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും സംശയങ്ങളോ അതുപോലെ അഭിപ്രായങ്ങളോ അതുപോലെ എന്താണോ ചോദിക്കേണ്ടത് ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. എനിക്കൊരു 10 വർഷത്തോളമായിട്ട് ഞാൻ ഷുഗറിനും മരുന്ന് കഴിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ എനിക്ക് ഇപ്പോ ഒരു കണ്ണില് ഗ്ലൂക്കോമ വന്നിട്ടുണ്ടേ. അപ്പൊ മറ്റേ കണ്ണിന് വേണ്ടി വരാൻ സാധ്യതയുണ്ടോ? ഒരു കണ്ണിന് മരുന്ന് ഇപ്പൊ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തുള്ളിമരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ട്. വേദന വരുന്നുണ്ട്, അതായത് ഗ്ലോക്കോമ ഉള്ള കണ്ണിലാണ് വേദന വരുന്നത്, വേറെ കണ്ണിലുണ്ട്? ഇല്ല, ഗ്ലൂക്കോമ ഉള്ള കണ്ണിലാണ് വേദന വരുന്നത്. ഗ്ലോക്കോമ ഉള്ള കണ്ണിലാണ്. വേറെ കണ്ണിന്റെ പരിശോധനകൾ നടത്തിയായിരുന്നോ? ഗ്ലോക്കോമയുടെ എന്തെങ്കിലും ഇനീഷ്യൽ സ്റ്റേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഡോക്ടേഴ്സ്? കണ്ണില് ലേസറൊക്കെ ചെയ്തായിരുന്നു, ലേസർ ചെയ്തു. പിന്നെ ഒരു കണ്ണിന്റെ സ്കാൻ ചെയ്തായിരുന്നു, ഇതെല്ലാം ചെയ്തിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇത് ഗ്ലൂക്കോമ വന്നിട്ടുണ്ട്. ഈ പ്രഷർ 18-20 ആ ലെവലിലാണ് വന്നായിരുന്നത്. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. കണ്ണിന്റെ ലേസർ ചെയ്തിട്ടുള്ളത് ഈ ഗ്ലോക്കോമയ്ക്കുള്ള ലേസർ ആണോ ചെയ്തിട്ടുള്ളത്, അതോ ഡയബറ്റീസ് കണ്ണിനെ ബാധിച്ചിട്ടുള്ള ലേസർ ആണോ ചെയ്തിട്ടുള്ളത്? അത് ഗ്ലൂക്കോമയ്ക്കുള്ള ലേസറാണ് ചെയ്തത്. അങ്കമാലിയിലാണ് ചെയ്തത്, അങ്കമാലി ഹോസ്പിറ്റലിൽ ചെയ്തത്. അങ്കമാലി ഹോസ്പിറ്റൽ. ഒരു കൺസൾട്ടേഷൻ എടുക്കാമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശദമായിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പിന്നെ നിങ്ങളുടെ റിപ്പോർട്ട്സ് അറിയണം, നിങ്ങളുടെ ഇപ്പോഴത്തെ കാഴ്ച എങ്ങനെയാണെന്ന് അറിയണം, പിന്നെ ചുറ്റുമുള്ള വിഷ്വൽ ഫീൽഡ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവണം ഓൾറെഡി. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ നമ്മൾ ലേസർ ചെയ്തതിന് ശേഷമുള്ള കാഴ്ച എങ്ങനെയാണ് എന്നുള്ള അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പൊ അത് ഒരു കൺസൾട്ടേഷൻ ആയി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിഞ്ഞ് അത് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ എടുത്താൽ മതി ചേട്ടാ.
ഓക്കെ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാല് എന്നോട് വേറൊരാൾ പറഞ്ഞല്ലേ, നമ്മുടെ ശ്രീദേവി ഹോസ്പിറ്റൽ ഉണ്ടല്ലോ കൂത്താട്ടുകുളത്ത്, അവിടെ ഫുൾ ഒരു കുട്ടിക്ക് ഒട്ടും കണ്ണും കാണാൻ പറ്റാത്ത ഒരു കുട്ടിയായിരുന്നു, പെൺകുട്ടി, 15 വയസ്സായ കുട്ടി. എന്റെ ഫ്രണ്ടിന്റെ ഒരു കുട്ടിയാണ്. അപ്പൊ ആൾക്ക് അവിടെ പോയതിനു ശേഷം കണ്ണിന്റെ കാഴ്ചക്ക് വളരെ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കൂത്താട്ടുകുളത്ത് ശ്രീദേവി ആയുർവേദ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അതെ അതെ അതെ, ശ്രീദേവി ആയുർവേദ ഹോസ്പിറ്റൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്, നിറയെ നല്ല ഡോക്ടേഴ്സ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ താല്പര്യം, അതിനനുസരിച്ച് എവിടെ വേണമെങ്കിലും കാണിക്കാം. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞത് അതെന്റെ ആയുർവേദത്തിൽ പൂർണ്ണമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഗ്ലോക്കോമ അങ്ങനെ പൂർണ്ണമായിട്ട് മാറുന്ന തരത്തിലുള്ള ഒരു അസുഖമല്ല. അങ്ങനത്തെ ഒരു അസുഖമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കണ്ണിലെ ഞരമ്പ്, അതായത് നമ്മുടെ കണ്ണിനെയും ബ്രെയിനിനെയും കണക്ട് ചെയ്യുന്ന പോലത്തെ ഒപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തിനാണ് ഇത് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മളത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അതായത് നമുക്കൊരു ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുകയല്ലോ. നമ്മൾ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക, കൂടുതൽ കാഴ്ച പ്രശ്നങ്ങൾ ഇല്ലാതെ എന്നുള്ള രീതിയിലാണ് ചികിത്സ പോവുക. അത് ഇപ്പോ മോഡേൺ സയൻസിലാണെങ്കിലും ആയുർവേദ ട്രീറ്റ്മെന്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പോവുക. അതായത് ഫുള്ളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല, പക്ഷെ നമുക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനിയിപ്പോ ഉള്ള കാഴ്ച കുറയില്ലല്ലോ, മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും മുടങ്ങാണ്ട്. ഇപ്പൊ നിലവിലുള്ള കാഴ്ചക്ക് ഒരു മാറ്റം വരില്ല അല്ലെ, മരുന്ന് ഒഴിക്കുന്നവരുണ്ട്, അങ്ങനെ കുറയാൻ സാധ്യതയുണ്ടോ? മരുന്ന് ഡ്രോപ്സ് ഒഴിച്ചുകൊണ്ട് നമുക്ക് പ്രഷർ നോർമലായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ കുറച്ച് വർഷങ്ങൾ എടുക്കുന്തോറും കാഴ്ചക്ക് ചെറിയ മങ്ങലുകൾ ഉണ്ടാവും. നിങ്ങളൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഉള്ളതിലും കുറച്ചും കൂടെ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും കാഴ്ച. മോഡേൺ സയൻസിന്റെ ഒപ്പം തന്നെ ഇത് ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ആദ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണിനൊരു മങ്ങല വന്നായിരുന്നതേ, അന്ന് അത്ര കാര്യമൊക്കെ ശ്രദ്ധിച്ചായിരുന്നില്ല. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു തുള്ളിമരുന്ന് തരും, അതിങ്ങനെ ഒഴിച്ചായിരുന്നു. പക്ഷെ അപ്പോഴും ഡോക്ടർമാരൊന്നും പറഞ്ഞായിരുന്നില്ല അന്നൊന്ന്. ഒരു 5-6 ബോട്ട് കുപ്പി വാങ്ങിച്ചപ്പോ ഒഴിച്ചായിരുന്നു. അപ്പൊ ഞാനിപ്പോ അങ്കമാലിയൊക്കെ ഡോക്ടർ പറയാം അങ്ങനെ മരുന്ന് ഒഴിക്കാൻ പാടില്ലായിരുന്നു പറയണത്. അങ്ങനെ എപ്പോഴും അങ്ങനെ ആ മരുന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിലായാലും അങ്ങനെ മരുന്ന് തരുന്നത് എപ്പോഴും ഒഴിക്കാൻ പാടില്ല, 1-2 വട്ടം മാത്രം ഒഴിക്കാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് എനിക്കറിയില്ല, ഡോക്ടറും പറഞ്ഞില്ല. എന്നാ വേറെ ഡോക്ടറെ കാണാനും പറഞ്ഞായിരുന്നില്ല എന്നോട്. എന്തായാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കും കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ആയിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ. ശരി ഡോക്ടർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു ഈ ക്ലാസ്സിൽ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ അറിയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് ബാക്കിയുള്ളവർക്കും കൂടി അത് ഉപകാരമായിരിക്കും. നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന നേത്ര രോഗങ്ങളുടെ കാരണങ്ങളില്ലേ ഡോക്ടറെ, അതൊന്ന് ഒന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. അപ്പൊ നമ്മള് ഉഷ്ണേനതപ്രശസ്തി പറയുന്നില്ലേ അത്. അതായത് നമുക്ക് ആയുർവേദത്തില് നേത്രരോഗങ്ങളുടെ കാരണങ്ങൾ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ ഡെയിലി ലൈഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പലതരത്തിലുള്ള കാഴ്ച വൈകല്യങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാം. അപ്പൊ അതില് ഒരു കാര്യം ആദ്യമായിട്ട് എടുത്തു പറയുന്നത്, പെട്ടെന്ന് ഒരു സൺ എക്സ്പോഷർ കഴിഞ്ഞ് അല്ലെങ്കിൽ പെട്ടെന്ന് നല്ലൊരു വെയിലത്ത് നിന്ന് വന്ന് തണുത്ത വെള്ളത്തിലേക്ക് മുഖം കഴുകുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുന്നത്. എപ്പോഴും നമുക്കറിയാം, ചെറിയ കുട്ടികളാണെങ്കിലും ഒക്കെ പെട്ടെന്ന് വെയിലത്ത് കയറി വന്ന് അവർ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നത് പലപ്പോഴായിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അത് പെട്ടെന്ന് ബോഡി ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ണില് ഒരു പ്രത്യേക സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാനും, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് പോലെ പലതരത്തിൽ കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ പകല് കൂടുതലായിട്ട് ഉറങ്ങുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരു സർക്കാഡിയർ റിതം ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതും രാവിലെ പകൽ സമയത്ത് എഴുന്നേറ്റിരിക്കുന്നതും. അപ്പൊ അത് ഡിസ്റ്റർബ് ആവുകയും അങ്ങനെ നമുക്ക് ഡ്രൈ ഐ പോലെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കൂടുതലായിട്ട് കുളിച്ച് തേട്ടൽ വരുത്തുന്ന പോലത്തെയുള്ള ഭക്ഷണങ്ങൾ, ഇപ്പൊ ഈവൻ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവരാണെങ്കിൽ കൂടി കൂടുതലായിട്ടുള്ള എരിവും പുളിയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് വഴി
ഈ ഐ അലർജി പോലെയുള്ള കാര്യങ്ങൾ, എപ്പിസ്ക്ലീറൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ണിന് റെഡ് കളർ വന്നിട്ട് ഈ വെള്ള ഭാഗത്തിന് റെഡ് കളർ വന്നിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ പറയുന്ന പോലെ മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്ലിങ്കിങ് എന്ന് പറഞ്ഞ ഐ എക്സസൈസ് ചെയ്യാത്തവരിലൊക്കെ എന്തായാലും കാഴ്ച വൈകല്യങ്ങൾ കൂടുതൽ, ഡ്രൈനെസ് എന്തായാലും സ്ഥിരമായിട്ട് കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ പറയും അൺമ്യൂട്ട് ചെയ്താണ്ട് ഡോക്ടർ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഫോൺ എന്തായാലും നമുക്ക് ഫോൺ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനെ ഒരു പരിധിവരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തേടി അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതലായിട്ട് കുറെ കാലം നമുക്ക് ഈ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോഴും ആ ഒരു മൈൻഡിന്റെ പ്രോബ്ലം കൊണ്ട് പലതരത്തിലുള്ള കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് എരിവും പുളിയും കഴിക്കുന്നവർ തന്നെയാണ്. നമ്മൾ ഇപ്പൊ നമ്മൾ പി ജി പഠിക്കുമ്പോഴാണെങ്കിലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ പിക്കിൾസ്, അച്ചാറൊക്കെ ഒറ്റ ഇരിപ്പിന് ഇരുന്ന് അച്ചാറിന്റെ ബോട്ടിൽ ഫുള്ളും ഫിനിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എർജൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലപോലെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരിലൊക്കെ മാക്യുലർ ഹോൾ പോലെയുള്ള അസുഖങ്ങൾ വരെ കാണാറുണ്ട്. നമ്മള് ഈവൻ ഹിസ്റ്ററി ഒക്കെ എടുത്ത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുത്ത് പോകുമ്പോഴാണ് ഈ ഒരു ചെറിയ ഒരു കാര്യം കൊണ്ടാണ് അവർക്ക് കാഴ്ച പൂർണ്ണമായും ഇല്ലാതാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യും. ഡോക്ടർ, നമ്മുടെ ദിനചര്യയുടെ പറഞ്ഞോളൂ. അല്ല, ഇതില് നമ്മൾ സാധാരണഗതിയില് നടന്ന് അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് വരുമ്പോ നമ്മള് കാലില് നേരിട്ട് വെള്ളം ആദ്യം ഒഴിക്കാൻ പാടില്ല എന്നിങ്ങനെ പറയും. അത് കണ്ണിനെ ബാധിക്കും, കണ്ണിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് വായിൽ നിറയെ വെള്ളം എടുത്ത് മുഖം കഴുകിയിട്ട് പിന്നെ കാലിൽ വെള്ളം ഒഴിക്കാവൂ എന്ന് പറയും. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുപോലെ കണ്ണില് വരുന്ന ഫോറിൻ ബോഡി പഴയ നേത്ര ഡോക്ടർമാർ ചെയ്തിരുന്നതാണ്. കണ്ണിലെ ഇപ്പോ റൈറ്റ് ഐയിലൊരു ഫോറിൻ ബോഡി ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ലെഗിന്റെ തമ്പില് പച്ചല ചതച്ച് കെട്ടി ഈ കണ്ണിൽ നിന്ന് തനിയെ ഫോറിൻ ബോഡി വരുന്നത് പുറത്തു പോകുന്നതായിട്ടൊക്കെ 40 വർഷങ്ങൾക്കൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ട്. അത് ഇതുമായി നമ്മുടെ ശാസ്ത്രീയമായി അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുമോ? അതെ, ശാസ്ത്രീയമായിട്ട് നമ്മുടെ പാദാഭ്യംഗം എന്ന് പറയുന്നത് കാലിന്റെ അടിയിൽ നമ്മൾ സ്ഥിരമായിട്ട് മസാജ് ചെയ്യുന്നത് കണ്ണിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയെന്ന് പറയുകയാണെങ്കിൽ കാലിന്റെ അടിയിൽ നിന്ന് വരുന്ന പല ബ്ലഡ് വെസൽസും നെർവ്സും ദാറ്റ് റിലേറ്റഡ് ടു ഐ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ അറിയാനായിട്ട്. അല്ലാതെ അങ്ങനെ പറയണമെന്നില്ല. കാലിന്റെ അടിയിലുള്ള പല നെർവ്സിനും ബ്ലഡ് വെസൽസിനും ഐയുമായിട്ട് ഒരു ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു. പിന്നെ ഫോറിൻ ബോഡി എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അന്നത്തെ കാലത്ത് നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ല, ഇത്രയും സ്ലിറ്റ് ലാമ്പ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് അതായിരിക്കും ചിലപ്പോ ആ സമയത്ത് ഫോറിൻ ബോഡി, അതായത് നമ്മുടെ കരട് പെട്ട് കഴിഞ്ഞാൽ എടുക്കാനായിട്ടുള്ള ഒരു ടെക്നിക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ പുതിയ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സ് ആയിട്ടുള്ള സ്ലിറ്റ് ലാമ്പ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെയാണ് കൂടുതലും നമ്മളൊക്കെ കണ്ടുവന്നിട്ടുള്ളത് ഈ സ്ലിറ്റ് ലാമ്പിൽ നമ്മൾ ഫോറിൻ ബോഡി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കണ്ണിൽ കരട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലേക്ക് വെള്ളം കൊണ്ട് നമ്മൾ കണ്ണ് കഴുകാം. അതല്ലാതെ കണ്ണിലേക്ക് ഇങ്ങനെ തെറിപ്പിച്ച് കഴുകുന്നുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കില്ല കണ്ണിന് ഒരിക്കലും. ഇങ്ങനെ കണ്ണിലേക്ക് ഭയങ്കരമായിട്ട് കണ്ണിൽ തെറിപ്പിച്ച് സ്പ്ലാഷ് ചെയ്ത് ഇങ്ങനെ കഴുകുന്നത് കണ്ണിന് അത്ര നല്ലതായിരിക്കില്ല. ടിയർ ഫിലിം ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവാനും ചിലപ്പോൾ ഡ്രൈനസ് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണ ഒരു കയ്യിലോ മറ്റിങ്ങനെ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. ഐ വാഷ് കപ്പോ യൂസ് ചെയ്തിട്ടോ നമുക്ക് സാധാരണ ഒരു തിളപ്പിച്ച് നല്ലപോലെ ആറിയ വെള്ളം, അതായത് തീരെ ചൂട് പറ്റില്ല, ആറിയ വെള്ളം കൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ണ് ബ്ലിങ്ക് ചെയ്യാം. ഈ ഫാമിലി ഹിസ്റ്ററി ഗ്ലക്കോമ ഉള്ള ആളുകൾക്ക് അതിന്റെ നെക്സ്റ്റ് ജനറേഷന് ഗ്ലക്കോമ അഫക്ട് ചെയ്യാതിരിക്കാൻ നമുക്ക് പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രിക്കോഷൻ നമുക്ക് ആചരിക്കാവുന്ന കാര്യങ്ങൾ വല്ലതും ഒക്കെ ഉണ്ടോ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജനറ്റിക് ലെവലിലാണ് ഇതിന്റെ ഒരു ട്രാൻസ്മിഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ
നിങ്ങളുടെ ഒരു വേറെ നെക്സ്റ്റ് ജനറേഷന് വരാനുള്ള സാധ്യതയും ഉണ്ട്. അതിനങ്ങനെ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് അതിനെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് മാത്രമാണ്. അതിനല്ലാതെ വരാതാക്കാനുള്ള നമുക്ക് ജനറ്റിക് ലെവലിൽ ചേഞ്ചസ് വരുത്തിയെടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല. ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ നമുക്ക് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഈ IOP ഡിഫറൻസ്, IOP ഹൈ ആയിട്ടോ അല്ലാതെയോ ഗ്ലോക്കോമ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു 40 years കഴിയുമ്പോഴേക്കും നമ്മൾ ഐ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക നമുക്ക് ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഏർലി ട്രീറ്റ്മെന്റ് എടുക്കുക. ആയുർവേദ ട്രീറ്റ്മെന്റ് കൊണ്ടും നല്ല വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഈവൻ കാഴ്ച ഇംപ്രൂവ് ചെയ്ത കണ്ടീഷൻസ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഗ്ലോക്കോമ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനേ നമുക്ക് പറ്റുള്ളൂ. മിക്ക ജനറ്റിക് ഡിസീസസും അങ്ങനെ തന്നെയാണ്. അതിന് പ്രിവെൻഷൻ എന്ന് പറഞ്ഞ് നമ്മള് നേരത്തെ ഒരു പ്രിക്കോഷൻ എടുക്കേണ്ട ആഹാരത്തിലോ വിഹാരത്തിലോ വ്യത്യാസം വരുത്തിയത് കൊണ്ട് ഗ്ലോക്കോമ പൂർണ്ണമായി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. കഴിയില്ല. അങ്ങനെ കഴിയില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐ ഉള്ള ആളാണ്. അതായത് നമുക്ക് കാഴ്ച പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ നമുക്ക് കാഴ്ച പ്രശ്നങ്ങൾ ഇല്ലാതെയോ അല്ലെങ്കിൽ ഗ്ലോക്കോമ പോലെയുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്നൊക്കെ പറയുന്ന അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളിലാണെങ്കിൽ നമ്മൾ നമ്മുടെ കാഴ്ച ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളിപ്പോ വിഷൻ ഓക്കെ ആണ് എങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം. അല്ലാത്ത ഒരാളിൽ നമ്മൾ അത് ട്രീറ്റ് ചെയ്യുക വേണം. അതല്ലാതെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് കുറച്ചും കൂടെ സപ്പോർട്ടീവ് ആയിരിക്കും. അതായത് കുറച്ചും കൂടെ ആന്റി ഓക്സിഡൻസ് ഒക്കെ എത്തുന്നത് റെറ്റിനെയൊക്കെ ഹെൽത്തി ആക്കി വെക്കാനായിട്ട് നല്ലതായിരിക്കും. എങ്കിൽ കൂടി അതുകൊണ്ട് മാത്രം, അതായത് ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം അങ്ങനെ വ്യത്യാസങ്ങൾ വരില്ല. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഇത് ചാറ്റ് ബോക്സിൽ 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഞാൻ വായിക്കട്ടെ. ഒന്ന് വായിക്കൂ. തലയിൽ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് കണ്ണിന് കേടല്ലേ? തലയിൽ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് കണ്ണിന് കേടാണ്. ഡെയിലി ബേസിസിൽ ചെയ്യാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാഴ്ചശക്തി മെയിൻറ്റെയിൻ ചെയ്യാൻ കണ്ണിന് വ്യായാമം സഹായിക്കുമോ എന്ന് ചോദിച്ചു. കാഴ്ചശക്തി ഒരു നോർമൽ ആയിട്ടുള്ള വിഷനുള്ള ആളിലും ചെറിയ കുട്ടികളിൽ, അതായത് നമ്മൾ ദൂര കാഴ്ചയ്ക്ക് അടുത്ത കാഴ്ചയ്ക്കും ബുദ്ധിമുട്ടുള്ള റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുന്ന, അതായത് മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം പോലെയുള്ള കണ്ടീഷൻ, അതായത് ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എന്ന് പറയുന്ന അങ്ങനത്തെ അസുഖങ്ങൾ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ളവരിലും നമുക്ക് ഈ ഐ എക്സസൈസ് ഡെയിലി ചെയ്യുന്നത് കൊണ്ട് നല്ല കുറച്ചും കൂടെ പവർ ഡിലേ ചെയ്യാനും കുറച്ച് കാഴ്ച ഫോക്കസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും ഐ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. പക്ഷേ പ്രോഗ്രസീവ് മയോപ്പിയ ഉള്ള പോലെയുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ ശ്രദ്ധിച്ച് വേണം, ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് മാത്രം വേണം ഐ എക്സസൈസ് ചെയ്യാനായിട്ട്. കാരണം അവരുടെ റെറ്റിന എന്ന് പറഞ്ഞ ഭാഗമൊക്കെ കുറച്ചും കൂടെ വീക്ക് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹെവി ഭയങ്കര സ്ട്രെയിൻ എടുത്ത് ഐ എക്സസൈസ് ചെയ്യുന്ന വഴി ചിലപ്പോൾ റെറ്റിനയ്ക്കൊക്കെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഏജ് അനുസരിച്ചും കൂടെ വേണം. അതായത് യങ് ഏജിനേക്കാളും കൂടുതൽ ഒരു 50+ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ വെച്ചിട്ട് മാത്രം ഐ എക്സസൈസ് ചെയ്യുക. കാരണം മേ ബി അവർക്ക് അറിയില്ലായിരിക്കും അവർക്ക് വല്ല ഗ്ലോക്കോമയോ അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയോ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ആയാസപ്പെട്ടുള്ള എക്സസൈസ് ഡെയിലി ബേസിസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ തോന്നാം. അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ നമ്മൾ കണ്ണിന് ചെയ്യുകയാണെങ്കിൽ ഒരു ഡോക്ടറിനെ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഒന്നുകൂടെ ഡോക്ടറെ, എനി ഡെയിലി യൂസ് മെഡിസിൻസ് ഫോർ പ്രിവെൻഷൻ ഓഫ് ഐ ഡിസീസസ്? നമുക്ക് ത്രിഫലയൊക്കെ ഉപയോഗിക്കാം, ത്രിഫല ഉപയോഗിക്കാം. അല്ലെങ്കിൽ ത്രിഫല ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നെല്ലിക്ക ഒരു നെല്ലിക്ക വീതം എല്ലാ ദിവസവും കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പിന്നെ ത്രിഫലയാണെങ്കിൽ ത്രിഫല കുറച്ച് ഗീ ചേർത്ത് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. വേറെ അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കണം. വേറെ അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളതിന് ബേസിസിലും കൂടി ഇരിക്കും. അതായത് ത്രിഫല തേൻ ചേർത്ത് കഴിക്കുന്നതിനും നെയ്യ് ചേർത്ത് കഴിക്കുന്നതിനും ചൂടുവെള്ളം ചേർത്ത് കഴിക്കാം. അങ്ങനെ ത്രിഫലപ്പൊടി കഴിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ എക്സെപ്റ്റ് നമുക്ക് അവർക്ക് വേറെ ഏതെങ്കിലും ജീവിതശൈലി രോഗങ്ങളോ പിന്നെ ഇപ്പൊ തേൻ കിട്ടുന്നത് അറിയില്ല, നമ്മുടെ ഓരോ സാധനം അത്രയും പ്യുവർ ആണോ എന്നുള്ളതും അറിയില്ല. അപ്പൊ അതിനനുസരിച്ചൊക്കെ ഡിഫർ ചെയ്യും. പക്ഷെ ത്രിഫല കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ കൂടുതലും ഒരു ഡ്രൈനെസ് കൂടുതലുള്ള, അതായത് വരൾച്ച കൂടുതലുള്ള തരത്തിലുള്ള ഒരാളാണ്, അതായത് അങ്ങനെയുള്ള ആളുകളിൽ ത്രിഫല സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലാതെ നമ്മൾ ഈ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഡയറ്റിൽ, അതായത് ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, ഫ്രൂട്ട്സ് പൊമഗ്രാനേറ്റ് പോലെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക, അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.
പിന്നെ എന്താ ത്രിഫല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അവരുടെ കണ്ണിൽ വല്ല ഡ്രൈനെസ് ഉണ്ടോ, ത്രിഫല ഉപയോഗിക്കാൻ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഡോക്ടറെ, നമ്മുടെ ദിനചര്യയെ കുറിച്ചൊന്ന് പറയായിരുന്നോ? നേത്ര സംരക്ഷണത്തിൽ അഞ്ജനം, മസ്യം. അതെ, നമ്മുടെ ദിനചര്യയില് അഞ്ജനത്തിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ നമ്മൾ പറയുന്നുണ്ട് അഞ്ജനം എഴുതുന്നത് നമ്മുടെ കണ്ണിലെ കഫത്തിനെ കുറയ്ക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കണ്ണൊരു പിത്തസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോ കണ്ണില് കഫാധിക്യം കൊണ്ട്, അതായത് നമുക്കറിയാം ഐ ഡിസീസസ് മിക്കതും, അതായത് ഒരു ഭൂരിഭാഗം ആചാര്യം പറഞ്ഞിട്ടുള്ള എല്ലാ ഐ ഡിസീസസും ഒരു കഫ രക്തപ്രധാനമായിട്ടുള്ളതാണ്. കഫ പിത്തം അല്ലെങ്കിൽ കഫ രക്തപ്രധാനമായിട്ട് വരുന്ന അസുഖങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഫം എന്ന് പറയുന്നത് കണ്ണിന് പെട്ടെന്ന് അസുഖങ്ങൾ വരുത്താവുന്ന ഒരു ദോഷമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ജനം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അഞ്ജനം എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്നത് കൺമഷി അങ്ങനത്തെ സാധനങ്ങളല്ല. അതിന് അഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും ശ്രേഷ്ഠമായി ഉണ്ടാക്കുന്ന മരുന്നുകൾ യൂസ് ചെയ്തിട്ടുള്ള അഞ്ജനങ്ങളാണ്. അതല്ലാതെ നമ്മൾ ഡെയിലി ബേസിസിൽ ഇപ്പോൾ ഈ മാർക്കറ്റിൽ കിട്ടുന്നതായിട്ടുള്ള കൺമഷികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല, പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. കണ്ണിന് എന്തെങ്കിലും അലർജീസ് പോലെയുള്ള ആളുകളാണെങ്കിൽ അലർജി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കണ്ണിന് എന്തെങ്കിലും ഒരു കോസ്മെറ്റിക്സ് ആയിട്ട് നമ്മൾ കണ്ണിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് അതിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം വായിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൺമഷി ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഹെർബൽ കാജൽസ്, അതായത് ഏറ്റവും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതായിട്ടുള്ള ഹെർബൽ കൺമഷികൾ, അതായത് ഇപ്പൊ ദശപുഷ്പം പോലെയുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ത്രിഫല, ഇരട്ടിമധുരം പോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കൺമഷികൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കണ്ണിന്റെ ഇമ്മ്യൂണിറ്റി കൂടാനും കാഴ്ച പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കണ്ണിന്റെ ഒരു ഇൻഫെക്ഷൻസ് വരാതിരിക്കാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാതെ നമ്മളിപ്പോ കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് കൺമഷി ഉപയോഗിക്കുന്നത് ഒരിക്കലും കണ്ണിന് അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് കുട്ടികളിലൊന്നും കൺമഷി തീരെ ഉപയോഗിക്കാതിരിക്കുക മാർക്കറ്റിൽ കിട്ടുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെർബൽ കൺമഷി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും നന്ദി. ഈ ഒരു നന്നായിട്ട് ആക്റ്റീവായിട്ട് എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തു, പാർട്ടിസിപ്പേഷൻ ചെയ്തതിന് വളരെ സന്തോഷം. ഇനി സമയവും നമ്മുടെ കടന്നു പോയിട്ടുണ്ട്, 9 മണി കഴിഞ്ഞു. എന്നാലും ആൾക്കാർ ഒട്ടും കുറഞ്ഞിട്ടില്ല, വളരെ ആക്റ്റീവ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്ലാസ് ഡോക്ടറെ. എന്തായാലും വളരെയധികം സന്തോഷം. ഞങ്ങളുടെ വനിതാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളെ ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഓരോരുത്തർക്കും സ്നേഹവും. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിലും പങ്കെടുക്കുമെന്ന് കരുതിക്കൊണ്ട് ശുഭരാത്രി. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടറെ. ഗുഡ് നൈറ്റ്.